സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഇസ്ലാമിക വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ഈ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കോരിച്ചൊരിയുന്ന മഴയത്ത് നിർവഹിച്ച ശക്തമായ പ്രകടനത്തിന് ശേഷം പെയ്തുകൊണ്ടിരിക്കുന്ന തോരാത്ത മഴയത്ത് തന്നെയാണ് നമ്മുടെ പൊതുസമ്മേളനവും നടന്നുകൊണ്ടിരിക്കുന്നത്. വിമോചനത്തെക്കുറിച്ച് പുതിയ സ്വപ്നങ്ങൾ മലയാളി സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കേരള ഘടകം കേരളത്തിലെ എല്ലാ ഏരിയകളിലും ഇതുപോലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പുതിയ കാലത്ത് വിമോചനത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ആശയപരമായ കരുത്തുള്ള ഒരു വിഭാഗത്തിന് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. അങ്ങനെ സംസാരിക്കുന്നത് ലോകത്തും രാജ്യത്തും വംശീയമായ അധിക്ഷേപങ്ങൾക്കും ഉന്മൂലനത്തിനും വിധേയമാകുന്ന ഒരു സമുദായത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാകുമ്പോൾ അത് തങ്ങളുടെ ഐഡിയോളജിയെക്കുറിച്ചുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിൽ നിന്ന് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒരു ദൗത്യമാണ്. ലോകത്തും രാജ്യത്തും വംശീയത നിറഞ്ഞാടുന്ന ഘട്ടത്തിൽ SIO കേരള ഘടകം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ സാഹസികമായ ദൗത്യമാണ്. ഞങ്ങൾക്ക് വിമോചനത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് സംസാരിക്കാനുണ്ട് എന്ന് വളരെ ആർജവത്തോടുകൂടി SIO കേരളീയ സമൂഹത്തോട് ഈ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഇസ്ലാമിൻ്റെ ഒരു വ്യതിരക്തതയും പ്രത്യേകതയും തന്നെയാണ്. നമുക്കറിയാം, വംശീയത ലോകത്തും നമ്മുടെ രാജ്യത്തുമൊക്കെ ശക്തിപ്പെട്ട കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ വിവിധ ജനവിഭാഗങ്ങൾ വംശീയ ഭ്രാന്തിന് അടിപ്പെടുകയും അവരുടെ മൗലികമായ അവകാശങ്ങൾ പോലും നിരാകരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. കറുത്തവർക്ക് കറുത്തതിൻ്റെ പേരിൽ മാത്രം ജീവിതത്തിന്റെ മൗലികാവകാശങ്ങൾ നിരാകരിക്കപ്പെട്ട ലോകമാണിത്. നാം ഒരുപാട് വളർന്നിട്ടുണ്ട്, ഒരുപാട് പുരോഗതി നാം കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്താണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ വംശീയമായ മഹാത്മ്യത്തിന്റെ പേരിൽ സഹജീവിയോട് സഹാനുഭൂതി പോയിട്ട് അതിരുകൾ വെച്ച് അകലം പാലിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ മൗലികമായ അവകാശങ്ങൾ പോലും നിരാകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. യൂറോപ്യൻ വംശീയതയുടെ, ജൂത വംശീയതയുടെ, വെളുത്തവരും കറുത്തവരും തമ്മിലുള്ള അങ്ങേയറ്റം വംശീയമായ അധിക്ഷേപങ്ങളുടെയും അതുപോലെ തന്നെ ഉന്മൂലനത്തിന്റെയും നിരവധി ഉദാഹരണങ്ങൾ ലോകത്തെ വിവിധ കോണുകളിൽ നിന്ന് ദിനേന എന്നോണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ അതിലൊട്ടും പിന്നിലല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. നമ്മുടെ രാജ്യവും ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സ്വതന്ത്രാനന്തര ഭാരതം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപാട് ആശയങ്ങളെക്കുറിച്ച്, ഒരുപാട് നന്മയെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച്, മതേതരത്വത്തെക്കുറിച്ച് ഉദ്ഘോഷിച്ച നമ്മുടെ രാജ്യം ഇന്ന് ആ ജനാധിപത്യത്തെയും അതുപോലെ തന്നെ മതേതരത്വത്തെയും അതുപോലെ തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരുടെ അവകാശങ്ങളെയും ഒക്കെ മറികടന്നുകൊണ്ടുള്ള വംശീയ ഭ്രാന്തിന് അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭരണകൂടം തന്നെയാണ്. ഒരു രാജ്യത്ത് വംശീയത ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ഒരു രാജ്യത്തെ ഭരണകൂടം തന്നെ, ആ രാജ്യത്തിന്റെ ഭരണകൂട സംവിധാനങ്ങൾ തന്നെ വംശീയ ഭ്രാന്തിന്റെ ഉപകരണങ്ങളായി മാറുക എന്ന് പറയുന്നത്
നമ്മെ സംബന്ധിച്ചിടത്തോളം അത്യന്തം അപകടകരമാണ്. അതും ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യമാകുമ്പോൾ, ഒരു വലിയ ജനാധിപത്യ രാജ്യമാകുമ്പോൾ, വ്യത്യസ്തമായ ഭാഷയും അതുപോലെ തന്നെ സംസ്കാരവുമുള്ള ഒരു സമൂഹത്തിനകത്താകുമ്പോൾ, ഒരുപാട് വൈവിധ്യത്തിൽ മാത്രം കെട്ടിപ്പടുക്കപ്പെട്ട ഒരു രാജ്യമാകുമ്പോൾ, എല്ലാ വൈവിധ്യങ്ങളെയും നിരാകരിക്കുന്ന, വ്യത്യസ്ത ഭാഷകളെ നിരാകരിക്കുന്ന, വ്യത്യസ്ത സംസ്കാരങ്ങളെ നിരാകരിക്കുന്ന, വ്യത്യസ്തമായ മത കാഴ്ചപ്പാടുകളെ നിരാകരിക്കുന്ന ഒരു ഏകശില സമൂഹത്തെ മാത്രം മുന്നിൽ കാണുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം അപകടകരമാണ് എന്ന് ഇന്ത്യ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഒരു വേള ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഹിന്ദുത്വ ഫാഷിസം മുന്നോട്ട് വെക്കുന്ന വംശീയ കാഴ്ചപ്പാട് ആദ്യം യഥാർത്ഥത്തിൽ അത് ലക്ഷ്യമാക്കുന്നത് അതിന്റെ തന്നെ അനുയായികളെയാണ്, അതിന്റെ തന്നെ അനുചരന്മാരെയാണ്. വംശമഹാത്മ്യത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന വ്യത്യസ്തമായ മനുഷ്യരെ ജാതീയമായ അതിരുകൾ തിരിച്ച് മാറ്റി നിർത്തുകയും അതുപോലെ തന്നെ അയിത്തം കൽപ്പിക്കുകയും സാമൂഹ്യ ഉച്ചനീചത്വങ്ങളുടെ മതിൽക്കെട്ടുകൾക്ക് പുറത്തു നിർത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് സംഘപരിവാർ നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വേള അവർ ഇപ്പോൾ അത്തരം ജാതീയമായ ഘടനയുമായി ബന്ധപ്പെട്ട് നിശബ്ദമാണ് എങ്കിലും അവർ വരാനിരിക്കുന്നത് അങ്ങോട്ടാണ്. ആദ്യം മൈനോറിറ്റിയുടെ നേർക്കാണ്, മൈനോറിറ്റിയിൽ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നേർക്കാണ് സംഘപരിവാറിന്റെ അധികാര സിംഹാസനത്തിന്റെ ഭാഗത്ത് നിന്നുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. അതേസമയം അത് അവിടെ നിൽക്കുന്നതല്ല. അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിലൂടെ, കമ്മ്യൂണിസ്റ്റുകളിലൂടെ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗമായ ദലിത് ആദിവാസികൾ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ ബഹുഭൂരിഭാഗം വരുന്ന ജനവിഭാഗത്തിന്റെ ഹിതങ്ങളെ ഹനിച്ചുകൊണ്ട് ഒരു ഏകശില സമൂഹത്തിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ഏകശില രാഷ്ട്രീയ ഘടനയിലേക്കാണ് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, മുസ്ലിം കമ്മ്യൂണിറ്റി അതിന്റെ ആദ്യ വിക്ടിംസ് ആണ് എന്നുള്ളത് ആരും ആഘ്രാദിക്കേണ്ട കാര്യമല്ല. കാരണം വരാനിരിക്കുന്നത് അടുത്തത് തങ്ങളിലേക്കാണ് എന്ന ചരിത്രബോധം ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ്. ചരിത്രത്തിൽ പലപ്പോഴും ഫാഷിസത്തിന്റെയും അതുപോലെ തന്നെ ഇത്തരം വംശീയ ഭ്രാന്തിന്റെയും ആദ്യ ഇരകളെ നോക്കി ആഹ്ലാദിക്കുകയോ നിസ്സംഗത പുലർത്തുകയോ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും അതേ ഫാഷിസത്തിന്റെ കരങ്ങളിൽ അകപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ലാത്ത സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ജർമ്മനി നമുക്ക് നൽകുന്ന പാഠമാണ്. അതുപോലെ തന്നെ ഇറ്റലി നമുക്ക് നൽകുന്ന പാഠമാണ്. ലോകത്തെ പല രാഷ്ട്രങ്ങളും നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്ന പാഠമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഇത് വളരെ കൃത്യമായി സംഘപരിവാറിന്റെ അടിസ്ഥാന രേഖകൾ ലോകത്തുള്ള ജനവിഭാഗത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം കൂടിയാണ്. നിങ്ങൾ വിചാരധാര ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കുക. ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി അത് വായിച്ചു നോക്കുക. ഞാൻ ഈയിടെയായി അത് വായിച്ചു നോക്കുകയുണ്ടായി, ഒരിക്കൽ കൂടി വായിച്ചു നോക്കുകയുണ്ടായി. 100 കൊല്ലം കൊണ്ട് തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ ക്രമം ഇന്ത്യയിൽ കെട്ടിപ്പടുക്കുന്നിടത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെച്ച വളരെ കൃത്യമായ ആക്ഷൻ പ്ലാനാണ് വിചാരധാര എന്ന് പറയുന്നത്. ആ ഗുരുജി ഗോൾവാൾക്കർ വിചാരധാരയിൽ അവർ കാണുന്ന ഒരു സമൂഹത്തെ നിർണയിക്കുന്നിടത്ത് അതിന് തടസ്സമായിട്ട് അവർ ഉന്നയിക്കുന്ന വ്യത്യസ്തമായ മതജനവിഭാഗങ്ങളുണ്ട്, ജാതി ജനവിഭാഗങ്ങളുണ്ട്. അതിൽ അവർ ഒന്നാമത്തെ സ്ഥാനത്ത് പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അപരവൽക്കരണം അവർ ആഗ്രഹിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. ആരാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഒന്നാമത്തെ ശത്രു എന്ന് ചോദിച്ചാൽ വിചാരധാര കുറിക്കുന്നത് ഒന്നാം സ്ഥാനം മുസ്ലിം കമ്മ്യൂണിറ്റിക്കാർ, രണ്ടാമത് അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാർ, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകൾക്കാണ്. നമ്മൾ അറിയുക അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. അത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. രാജ്യത്തിന്റെ സ്വസ്ഥ തകർക്കുന്ന നീക്കമാണ്, രാജ്യത്തിന്റെ സമാധാനം തകർക്കുന്ന നീക്കമാണ്, രാജ്യത്തെ പുറകോട്ട് നയിക്കുന്ന നീക്കമാണ്. കേരളത്തിനകത്ത് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് അവർക്ക് അന്വേഷിക്കാവുന്നതാണ്. കേരളത്തിന്റെ പുറത്തുള്ള ഇതര സംസ്ഥാനങ്ങൾക്കകത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ക്രൈസ്തവ
ക്രൈസ്തവ കമ്മ്യൂണിറ്റി വംശീയമായ അധിക്ഷേപങ്ങൾക്കും വംശീയമായ ഉന്മൂലനത്തിനും സംഘപരിവാറിന്റെ ഭാഗത്തിൽ നിന്നുള്ള നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, രണ്ടാം മോഡിയുടെ വരവ് അഥവാ മോഡി രണ്ടാമത് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതോടുകൂടിയാണ് ഈ വംശഹത്യ പ്രവണതയുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾക്ക് ഗതിവേഗത വർദ്ധിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതിൽ ബാബരി മസ്ജിദിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് തുടങ്ങി മുത്തലാഖിൽ നിന്ന് തുടർന്ന് ഏതാണ്ട് NRC ഉൾപ്പെടെയുള്ള നിരവധി സംഭവവികാസങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുമ്പിൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്ന സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘ് പരിവാർ നൂറ്റാണ്ടുകളായി ഒരു ജനതാരാധന നിർവഹിച്ച ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് നിന്ന് ബാബരി മസ്ജിദിനെ മാറ്റി മറ്റൊരു ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് എന്ന് നിങ്ങൾ കണ്ടതാണ്. ബാബരി മസ്ജിദിന്റെ വിധി ഏതാണ്ട് കോടതിയുടെ ഭാഗത്തിൽ നിന്നുണ്ടായി. അത് കഴിഞ്ഞ ഉടനെ മുത്തലാഖിന്റെ വിധിയുണ്ടായി. മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ വ്യാജേനയാണ് മുത്തലാഖുമായി ബന്ധപ്പെട്ട വിധി അല്ലെങ്കിൽ ബില്ല് ഭരണകൂടത്തിന്റെ ഭാഗത്തിൽ നിന്നുണ്ടായത്. മുത്തലാഖ് ആർക്കു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, അവർ ലക്ഷ്യം വെക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ വംശഹത്യക്ക്, അവർ തുറുങ്കിലടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗത്തെ തുറുങ്കിലടക്കുന്നതിന് അവർക്ക് ആവശ്യമായ ഒരു നിയമം ചുട്ടെടുക്കുക മാത്രമാണ് മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട ഭരണകൂടത്തിന്റെ ഭാഗത്തിൽ നിന്നുണ്ടായത്. അവസാനം അവർ അവരുടെ ആയുധമുയർത്തിയത് പൗരത്വത്തിന് നേരെയാണ്. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മുടെ മുമ്പിൽ വന്നു നിന്നത് കൊണ്ടാണ് ഈ പറയുന്ന പൗരത്വവുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രക്ഷോഭങ്ങളെ നേരിടാനുള്ള ഭരണകൂടത്തിന്റെ നീക്കത്തിന്റെ താൽക്കാലികമായ ഒരു സ്റ്റോപ്പ് മെമ്മോ വന്നു കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ആഭ്യന്തരമന്ത്രി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞങ്ങൾ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയം അവസാനിപ്പിച്ചിട്ടില്ല, ഞങ്ങളത് വീണ്ടും ആ അജണ്ട പുറത്തെടുക്കും, ഞങ്ങൾ അത് നടപ്പാക്കും എന്ന് വളരെ കൃത്യമായി നമ്മുടെ ആഭ്യന്തരമന്ത്രി നമ്മോട് പറയുന്നത്. അതിനർത്ഥം അവർ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണല്ലോ ഹിജാബിന്റെ വിഷയം ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് തട്ടമിടാനും തട്ടമിടാതിരിക്കാനുമുണ്ട് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭരണഘടന പൗരന് നൽകുന്ന സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത്. ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലാണ് നടന്നത്. അത് അവിടെ കൊണ്ടത് തീർന്നു. നമ്മുടെ കേരളത്തിൽ പോലും ആ പ്രവണത രൂപപ്പെട്ടു വന്നില്ലേ? കേരളം എന്ന് പറയുന്നത് ഇന്നത്തെ രാജ്യ അന്തരീക്ഷത്തിനനുസരിച്ച് മാറുന്നു എന്ന് നിങ്ങൾ അറിയണം. എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന എല്ലാ വിഭാഗം ആളുകളോട് ഞാൻ പറയുന്നു, നാം ജാഗ്രത പാലിച്ചിട്ടില്ല എങ്കിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിലെ, കേരളത്തിന്റെ കലാലയങ്ങളിലെ, കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന വലിയ അപകടകരമായ പ്രവണതയ്ക്ക് കേരളീയ സമൂഹം ഒന്നിച്ച് വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്താണ് മലയാളിയുടെ പ്രത്യേകത എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാം വൈവിധ്യത്തെ ഉൾക്കൊള്ളുന്നവരാണ്, നാം പരസ്പരം സൗഹൃദത്തോടുകൂടി ജീവിക്കുന്നവരാണ്. ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയോ എന്നില്ല. ഓരോരുത്തരും അവരവരുടേതായ അഭിരുചി അനുസരിച്ച് മതമുള്ളവരും മതമില്ലാത്തവരും മതത്തിലെ തന്നെ വൈവിധ്യങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ ആ വൈവിധ്യത്തെ അംഗീകരിക്കാത്ത ഫാഷിസത്തിന്റെ മനസ്സ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തേക്ക് വരെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നത് നിസ്സാരമായി നമ്മൾ കണ്ടുകൂടാ. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ വിശ്വാസ ആചാരങ്ങൾക്ക് നേരെയുള്ള നീക്കങ്ങൾ നമ്മുടെ കേരളത്തിൽ വരെ രൂപപ്പെട്ടു വന്നു. കോഴിക്കോട് എന്ന് പറയുന്നത് മലബാറിന്റെ ഹൃദയമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ആ കോഴിക്കോട് മലബാറിന്റെ ഹൃദയത്തിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിനകത്ത് 50% വരുന്ന കുട്ടികൾ മുസ്ലിം കുട്ടികളാണ്. ആ കുട്ടികൾ തട്ടമിടാൻ പാടില്ല എന്ന സ്ഥാപനം ഈ അടുത്ത് നിയമം കൊണ്ടുവന്നു. രക്ഷിതാക്കൾ ചോദ്യം ചെയ്തു. പത്രകോളങ്ങളിൽ വാർത്തയായി വിവാദം വന്നപ്പോൾ ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് പറഞ്ഞത്, അത്തരം തട്ടമിട്ട് വരുന്ന പെൺകുട്ടികൾ ആ തട്ടത്തിന്റെ മറവിലൂടെ അവർ നാർക്കോട്ടിക് അഥവാ മയക്കുമരുന്ന് കടത്തില്ലേ എന്നാണ് ഒരു മാനേജ്മെന്റ് പറയുന്നത്. പഠിക്കുന്നത് എത്രയെന്നറിയാമോ? 50% മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു കലാലയത്തിൽ കേരളത്തിന്റെ മലബാറിന്റെ ഹൃദയം എന്ന് പറയുന്ന കോഴിക്കോട് പട്ടണത്തിലെ ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തിൽ നിന്നുണ്ടായ പ്രതികരണമാണ് ഇത് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത് എന്ന്. ബാങ്കുലി പോലും
വിലക്കണം എന്ന് പറഞ്ഞ കേസ് കൊടുക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നു. ബുൾഡോസർ കൊണ്ട് ഈ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മുമ്പ് ജർമ്മനിയിൽ കേട്ടിട്ടുണ്ട് ഹിറ്റ്ലറുടെ ഗ്യാസ് ചേംബറിനെ കുറിച്ച്. ഞാൻ മനസ്സിലാക്കുന്നു 21ാം നൂറ്റാണ്ടിൽ ഹിറ്റ്ലറുടെ ഗ്യാസ് ചേംബറിന് സമാനമായ സ്വഭാവത്തിൽ ഇന്ത്യൻ ഫാസിസം എടുത്തിരിക്കുന്ന, ഈ രാജ്യത്ത് തങ്ങൾ വിയോജിക്കുന്ന ആളുകൾക്ക് നേരെ അടിച്ചമർത്താൻ വേണ്ടി എടുത്തിരിക്കുന്ന ടൂളാണ് യഥാർത്ഥത്തിൽ ബുൾഡോസർ എന്ന് പറയുന്നത്. മധ്യപ്രദേശിൽ വിയോജിക്കുന്നവർക്ക് നേരെ അവർ ഉപയോഗിച്ചത് ബുൾഡോസറാണ്. അതുപോലെ തന്നെ ഡൽഹിയിൽ അവർ വിയോജിക്കുന്നവർക്ക് നേരെ ഉപയോഗിച്ചത് ബുൾഡോസറാണ്. അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ ജാവേദിന്റെ വീട് തകർക്കാൻ അവർ ഉപയോഗിച്ചത് ബുൾഡോസറാണ്. കർണാടകയിൽ ഹിജാബിന്റെ വിവാദവും അതുപോലെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദവും വന്നപ്പോൾ അവിടെയുള്ള സംഘപരിവാറിന്റെ ആളുകൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വിളിച്ചു ചോദിച്ചത് ഇവിടെയും ബുൾഡോസർ പ്രയോഗിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. അങ്ങനെ ആളുകളെ ഭയപ്പെടുത്തുക, വിയോജിക്കുന്നവരെ തകർക്കുക, അവരുടെ വീടുകൾക്ക് നേരെ അത്യാധുനിക സംവിധാനങ്ങൾ ഉരുട്ടുക, എന്നിട്ടത് ഏതാണ്ട് തച്ച് തകർക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് വംശീയമായ അധിക്ഷേപത്തെ തുടർന്ന് വംശഹത്യയിലൂടെ ചുവടാരംഭിച്ചു എന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തോന്നാവുന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നീക്കങ്ങളാണ്. ഭരണകൂട സംവിധാനങ്ങളെ അവർ അതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബൽക്കീസ് ബാനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് നമുക്കറിയാം. ഗുജറാത്തിലെ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ട് മുമ്പ് ഗുജറാത്തിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരിക്കുന്ന അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ നടന്ന ഒരു കലാപമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട കലാപം, അഗ്നികുണ്ഡത്തിലേക്ക് പിഞ്ചു പൈതങ്ങളെ എടുത്തെറിഞ്ഞ കലാപം, വീട്ടിനകത്ത് അഭയം തേടിയ ആളുകളെ ആ വീട്ടിനകത്തിട്ട് പച്ചക്ക് ചുട്ടുകൊന്ന ഒരു കലാപം. അതുപോലെ തന്നെ രാജ്യത്തെ പാർലമെന്റിനകത്ത് ഒരു MP ഉൾപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന്റെ വീട്ടിനകത്ത് അഭയം കൊടുത്തപ്പോൾ ആ MP ഉൾപ്പെടെ ചുട്ടുകൊന്ന കലാപം. ഗർഭിണികളുടെ ഗർഭാശയത്തിൽ നിന്ന് ചോരപൈതങ്ങളെ ഗർഭാശയം പിളർത്തി പുറത്തെടുത്ത തൃശൂലമുനമ്പിൽ കോർത്ത് ആർത്തട്ടഹസിച്ച് വർഗീയതയുടെ വിഷം ചീറ്റിയ കലാപം. ആ കലാപവുമായി ബന്ധപ്പെട്ട് പിടികൂടപ്പെട്ട അഥവാ ബൽക്കീസ് ബാനു എന്ന് പറയുന്ന ഒരു ബംഗാളിലെ ബൽക്കീസ് ബാനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത, കൂടെയുള്ളവരെ ആ സ്ത്രീയുടെ മുമ്പിലിട്ട് ചുട്ടുകൊന്ന, എങ്ങനെയാണ് മനുഷ്യനെ കഴിയുക? നിങ്ങൾ ആലോചിച്ചു നോക്കാം. മതത്തിന്റെ പേര് പറഞ്ഞ്, വംശത്തിന്റെ പേര് പറഞ്ഞ്, ദേശത്തിന്റെ പേര് പറഞ്ഞ്, ദേശഭക്തിയുടെ പേര് പറഞ്ഞ് ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു തലമുറയിൽപ്പെട്ട നിരപരാധികളായ കുടുംബത്തിനകത്തേക്ക് കടന്നു ചെന്ന ആ കുടുംബത്തിനകത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും അവിടെയുള്ള മുഴുവൻ ആളുകളെയും പിഞ്ചു പൈതങ്ങളവരെ അതിക്രൂരമായി ചുട്ടുകൊല്ലുകയും ചെയ്ത ഏറ്റവും വലിയ ക്രൂരകൃത്യത്തിന്റെ തടവിലാക്കപ്പെട്ട 10-11 പേരെയാണ് ഗുജറാത്ത് ഗവൺമെന്റ് ഈ അടുത്ത് പുറത്തുവിട്ടത്. നമ്മൾ അറിയേണ്ട കാര്യമാണ്. അഥവാ എവിടേക്കാണ് ഇന്ത്യ പോകുന്നത് എന്നതിന്റെ ഏറ്റവും നല്ല സൂചനയാണ്. അപ്പോൾ ഇവിടെ വംശീയത വളർത്തുന്നത്, ഇവിടെ വംശഹത്യ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഒരു കക്ഷിയല്ല, യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണകൂടമാണ്. ഈ രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടുന്ന ഭരണകൂടമാണ് ഈ രാജ്യത്ത് വംശഹത്യക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ വംശീയ ഭ്രാന്തന്മാരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് തുറന്നുവിടുകയും ആ വംശീയ ഭ്രാന്തിനോട് വിയോജിക്കുന്നവരെ ജയിലിലടക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കണ്ടു, വിചിത്രമായ ഒരു സംഭവം. ഒരു ഭാഗത്ത് ബൽക്കീസ് ബാനു എന്ന് പറയുന്ന ഈ സ്ത്രീയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത കുടുംബത്തെ ചുട്ടുകൊന്ന 12 പേരെ ജയിലിൽ നിന്ന് ഗവൺമെന്റ് പുറത്തേക്ക് വിടുമ്പോൾ അകത്തേക്ക് കൊണ്ടുപോയത് സെറ്റിൽവാദിനെയാണ്, സഞ്ജീവ് ഭട്ടിനെയാണ്, RV ശ്രീകുമാറിനെയാണ്, അതിനു മുമ്പ് സിദ്ദീഖാപ്പനെയാണ്. അപ്പോൾ ഈ രാജ്യത്ത് അനീതിയോട് പ്രതികരിക്കുന്ന, അതുപോലെ തന്നെ വംശഹത്യയോട് വിയോജിക്കുന്ന ആളുകളെ അകത്താക്കുകയും വംശഹത്യയുടെ കൂടെ നിൽക്കുന്ന, വംശഹത്യക്ക് നേതൃത്വം നൽകുന്നവർക്ക് സ്വതന്ത്ര വിഹാരം അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ രാജ്യത്ത് വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരു ഭരണകൂടം തന്നെയാണ് എന്ന് മാത്രമല്ല, ഭരണകൂടവും ഭരണഘടനയും ഏറ്റവും കൂടുതൽ ആദരവ് കൽപ്പിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളും സ്ഥാപനങ്ങളുമാണ് അതിനുവേണ്ടി അവർ ആയുധമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ബാബരി മസ്ജിദിന്റെ വിധി നിങ്ങളുടെ മുമ്പിലുണ്ട്, ഞാനത് വിശദീകരിക്കേണ്ടുന്ന കാര്യമില്ല. ബുൾഡോസർ പ്രയോഗിച്ചതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് വന്നപ്പോൾ
നിങ്ങൾ ശ്രദ്ധിച്ചു പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോടതിയിൽ വക്കീല് ബുൾഡോസറുമായി ബന്ധപ്പെട്ട ദുഷ്യന്തവേ ഉൾപ്പെടെയുള്ള വക്കീൽമാരുടെ ഭാഗത്ത് നിന്ന് നിയമവിദഗ്ധന്റെ ആർഗ്യുമെന്റ് വന്നപ്പോൾ അവർ പറയുന്നുണ്ട് അത് തടയണം സർ എന്ന് കോടതിയോട് ആവശ്യപ്പെട്ടപ്പോൾ കോടതി അത് തടയാൻ എന്തുണ്ട് ന്യായം എന്നാണ് ചോദിച്ചത്. ഡൽഹിയിൽ മാത്രം ഏതാണ്ട് 300ഓളം വരുന്ന അനധികൃത വില്ലകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു ഡൽഹിയിലാണ് അതുപോലെയുള്ള ഒരുപാട് അനധികൃത വില്ലകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തെരുവിൽ നിന്നാണ് തങ്ങളോട് വിയോജിക്കുന്നവരുടെ മാത്രം വീടുകൾ തെരഞ്ഞെടുപ്പിച്ചുകൊണ്ട് അതിനു നേരെ ബുൾഡോസർ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. സിദ്ദീഖാപ്പന്റെ വിഷയത്തിലും കോടതിയുടെ മുമ്പിൽ ഒരു ഭരണകൂടം തന്നെ, ഒരു സംസ്ഥാന ഗവൺമെന്റ് തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് നമ്മൾ കണ്ടതാണ്. ഹിജാബിന്റെ വിഷയത്തിലും നമ്മുടെ നിയമം എത്രമാത്രമാണ് നീതിയോട് പ്രതിബദ്ധത പുലർത്തിയത് എന്ന് നമ്മളെല്ലാവരും കണ്ടു. നമുക്കറിയാം, അങ്ങ് കർണാടകയിൽ കോടതി വിധി വന്നപ്പോൾ ആ കോടതി വിധിക്ക് ന്യായമായി പറഞ്ഞത് എന്താണ്? ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ആയത്താണ് എടുത്തുദ്ധരിച്ചത്. അഥവാ ദീനിൽ ബലാത്കാരമില്ല. നമ്മൾ അറിയേണ്ട കാര്യമാണ്, ഈ രാജ്യത്ത് ഓരോരുത്തർക്കും അവരിഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനും വേഷം സ്വീകരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുള്ള നമ്മുടെ രാജ്യത്ത് തട്ടമിടുന്നത് നിരാകരിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ കേസ് നടക്കുന്ന ഘട്ടത്തിൽ ആ കേസ് നിസ്താരത്തിനടക്ക് ഓതുന്ന ആയത്താൻ തട്ടവുമായി ബന്ധപ്പെട്ട, തലമറക്കുന്നതുമായി ബന്ധപ്പെട്ട, ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു കോടതിയുടെ ഭാഗത്ത് ഉദ്ധരിക്കാം ഒരായത്ത്. അങ്ങനെ ഉദ്ധരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സൂറത്ത്, വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂർ എന്ന് പറയുന്ന അധ്യായത്തിലെ അതുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന വിശുദ്ധ വേദത്തിലെ വചനങ്ങളാണ്. അതിനെ മാറ്റിവെച്ചുകൊണ്ട് പറഞ്ഞത് ഈ ദീനിൽ ബലാത്കാരമില്ല, നിർബന്ധമില്ല, അതുകൊണ്ട് തട്ട നിർബന്ധമില്ല എന്നാണ്. ദീനിൽ നിർബന്ധമില്ല, അതുകൊണ്ട് തട്ട നിർബന്ധമില്ല. ഈ ആയത്ത് വെച്ചുകൊണ്ട് തന്നെ നമസ്കാരം നിർബന്ധമില്ല എന്ന് പറയാം, പള്ളി നിർബന്ധമില്ല എന്ന് പറയാം, മതത്തിന്റെ എല്ലാ ആചാരങ്ങളും നിർബന്ധമില്ല എന്ന് പറയാം. ആ ഒരു സ്വഭാവത്തിലാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കാര്യങ്ങൾ അന്വേഷിക്കുന്ന, പഠിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. സുപ്രീം കോടതി അതിനപ്പുറത്ത് നിന്നിട്ടാണ് സംസാരിച്ചത്. ഓരോരുത്തർക്കും ഭരണഘടനാപരമായി അവരിഷ്ടപ്പെട്ട വേഷം ധരിക്കാം എന്ന് വെച്ചിട്ട് എന്ത് വേഷവും ധരിക്കാം എന്നാണോ നിങ്ങൾ വിചാരിച്ചത് എന്നാണ്. ഇത് ലീഗലല്ല എന്ന് പലപ്പോഴും ജുഡീഷ്യറിയുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് പറയേണ്ടി വരും. ഈ ആർഗ്യുമെന്റും ഈ പരാമർശവും ലീഗലല്ല, ഇത് പൊളിറ്റിക്കലാണ്. അതായത് നിയമം കൊണ്ട് നിങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഭരണഘടനാപരമായി ഒരു പൗരന് ഏത് വേഷവും ധരിക്കാൻ അനുവാദമുണ്ട് എങ്കിൽ തട്ടമിടുവാനുമുള്ള അനുവാദമുണ്ട്. എന്നിടത്ത് നിങ്ങൾക്ക് ഏത് വേഷവും ധരിക്കാമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു എന്ന് വെച്ച് തട്ടം ധരിക്കാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന ചോദ്യം യഥാർത്ഥത്തിൽ നിയമത്തിന്റെ കണ്ണിലൂടെയുള്ള ചോദ്യമല്ല, അത് പൊളിറ്റിക്കലായ ചോദ്യമാണ്. ആർഗ്യുമെന്റുകൾ യഥാർത്ഥത്തിൽ ലീഗലായി നടക്കുകയും ജഡ്ജ്മെന്റുകൾ പൊളിറ്റിക്കലായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അതിനെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഫോർത്ത് എസ്റ്റേറ്റ് ആണ്. ആ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന നാലാം തൂൺ, രാജ്യത്തിന്റെ ഇത്തരം മാനിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുടെ നാലാം തൂൺ എന്ന് പറയുന്നത് ഇന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ തകർക്കപ്പെട്ടിരിക്കുന്നു. NDTV എന്ന് പറയുന്ന ഒന്നാണ് നാഷണൽ ലെവലിൽ ഉണ്ടായിരുന്നത്. ആ NDTVയുടെ 29% എന്ന് പറയുന്ന ഓഹരി അദാനി എടുത്തിരിക്കുന്നു. ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതാണ്ട് അടുത്ത് തന്നെ, വൈകാതെ തന്നെ അടുത്ത ഓഹരി കൂടി അദാനി എടുക്കാൻ പോവുകയാണ്. അങ്ങനെ അദാനി എടുത്താൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നിങ്ങൾ മനസ്സിലാക്കുക, NDTV എന്ന് പറയുന്ന ആശയമാണ് അസ്തമിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ രാജ്യത്തിന്റെ ജുഡീഷ്യറിയെ, ബ്യൂറോക്രസിയെ, അതുപോലെ തന്നെ രാജ്യത്തിന്റെ പൊതു സംവിധാനങ്ങളെ, അധികാര ഉപകരണങ്ങളെ അതെല്ലാം കഴിഞ്ഞ അതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ പ്രാപ്തി ഉണ്ടായിരുന്ന രാജ്യത്തിന്റെ ഫോർത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്ന മീഡിയകളെ വിലക്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം എത്രമാത്രം ഭീകരമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇനി കേരളത്തിലേക്ക് നമ്മൾ വന്നാൽ കേരളത്തിലോ ആശാൻ ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് മുത്തശ്ശി പത്രങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. പലരുടെയും നാവ് പിഴുതെറിയാനുള്ള ശ്രമങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. വിയോജിക്കുന്നവന്റെ നാവ് പിഴുതെറിയുകയും അതുപോലെ തന്നെ സ്തുതിപാഠകരെ ഈ രാജ്യത്ത് നിലനിർത്തുകയും ചെയ്യുന്ന പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന്റെ ഘട്ടത്തിൽ വരെ നിലനിന്നിരുന്ന, പലപ്പോഴും ബ്രിട്ടീഷുകാർ പോലും കാണിക്കാൻ ധൈര്യം കാണിക്കാത്ത സ്വഭാവത്തിലുള്ള നീക്കമാണ് നമ്മുടെ മീഡിയകൾക്ക് നേരെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന്
ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നീക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നതാണ് സർക്കാർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുവാൻ ഈ രാജ്യത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന ചരിത്രം മനസ്സിലാക്കുവാൻ സംഘപരിവാറിന് കഴിയേണ്ടതാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളോട്, ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ, ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ കാലാവസ്ഥയിൽ, ഇങ്ങനെയുള്ള ഒരു ഭരണകൂട സംവിധാനത്തിന് കീഴിൽ ആർജവത്തോടുകൂടി മുന്നോട്ട് പോകാനാണ് ചരിത്രം നമുക്ക് വിദ്യാഭ്യാസം നൽകുന്നത്. വിശുദ്ധ ഖുർആൻ ഒരുപാടിടങ്ങളിൽ പറയുന്നുണ്ട്, ചരിത്രത്തിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ടുമാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രയാണം ഉണ്ടായിട്ടുള്ളത്. യുദ്ധത്തിന്റെ വേള വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അഹ്സാബ് യുദ്ധത്തെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, അഹ്സാബ് സഖ്യകക്ഷികളെ കണ്ടപ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ന്യൂനപക്ഷമാണ്. ഒരു ഭാഗത്ത് സഖ്യകക്ഷികളാണ്, മക്കയിലെ മുശ്രിക്കുകളുണ്ട്, ജൂതന്മാരുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്തമായ ചെറുകക്ഷികളുണ്ട്. അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഇസ്ലാമിക സമൂഹത്തിന് നേരെ അണിചേർന്ന ഘട്ടത്തിൽ ആ ഒരു സന്ദർഭത്തെ പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് എന്ന് പറയുന്നത്, ആളുകൾ സഖ്യകക്ഷികൾ ഒരുമിച്ച് വിശ്വാസികളുടെ സമൂഹത്തെ ഏതാണ്ട് അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവരെ വിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറയുന്നത്, ഇത് ഞങ്ങളുടെ നാഥൻ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതാണ്, ഇത് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞതാണ്. അവരുടെ വിശ്വാസവും അതുപോലെ തന്നെ അവരുടെ മനസ്സിന്റെ സമാധാനവും സുരക്ഷാബോധവും വർദ്ധിക്കുകയല്ലാതെ ചെയ്തിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വളർന്നു വരുന്ന എന്റെ യുവനത്തോട് ഞാൻ പറയുക, നാടൊട്ടുക്ക് അധികാരത്തിന്റെ പിൻബലത്തിലും നിയമ സംവിധാനത്തിന്റെ പിൻബലത്തിലും ബ്യൂറോക്രസിയുടെ പിൻബലത്തിലും മീഡിയകളുടെ പിൻബലത്തിലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാം വിരുദ്ധ പൊതുബോധത്തിന്റെ പീഡനമുറകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനെ ഭേദിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം ചരിത്രവും അതുപോലെ തന്നെ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വാഗ്ദാനവും നമുക്ക് ആത്മവിശ്വാസം പകരേണ്ടുന്ന കാര്യമാണ്. അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശവഹും ഫസാദഹും ഈമാന എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പറയുന്ന, അവരുടെ വിശ്വാസം വർദ്ധിക്കുന്ന, അതിനെ ഭയപ്പെടാതെ അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചരിത്രത്തിലെ ഈ വിശ്വാസി സംഘത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തി തരുന്നത് സമകാലിക വെല്ലുവിളികളെ എങ്ങനെയാണ് നാം അഭിമുഖീകരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് രണ്ട് കാര്യം ഞാൻ പറയും. ഒന്ന്, ഇതുപോലുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് കടന്നു വന്ന ഒരു സമുദായമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. വംശഹത്യ മുനമ്പി നിൽക്കുന്ന ഒരു ജനവിഭാഗം എന്ന അർത്ഥത്തിൽ ചരിത്രത്തിന്റെ പാഠം ഉൾക്കൊള്ളുന്ന, വേദഗ്രന്ഥത്തിന്റെ ആദർശം ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ അഭിമുഖീകരിക്കാനും അതിജീവിക്കുവാനുമുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട് എന്നാണ് ഒന്നാമത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്നെല്ലാം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ചരിത്രത്തിലുടനീളം പ്രപഞ്ചത്തിനകത്തിൽ നിന്ന് അള്ളാഹുവിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്തുവാനുള്ള പരിശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി നടന്നിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തീർച്ചയായിട്ടും അതിനെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും, പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തി തരുന്ന നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഞാൻ പറയുന്നത് സമകാലിക ഇന്ത്യയിലും അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു സമുദായം നിങ്ങൾ ആലോചിച്ച് നോക്കാം, ലോകത്ത് ഇതിന് ഒരുപാട് ഉദാഹരണമുണ്ട്. ഫലസ്തീൻ നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഒരർത്ഥത്തിന് നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയാത്ത പൗരത്വവുമായി ബന്ധപ്പെട്ട ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുള്ള നീക്കമുണ്ടായപ്പോൾ ആരാണ് ഇതിനോട് പ്രതിരോധിച്ചത്, ആരാണ് ഇതിനോട് പ്രതികരിച്ചത്? ഒരു വലിയ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഒരു പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർത്താൻ ആർക്കാണ് കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ മുസ്ലിം സമൂഹത്തിലെ ഏതാനും പെൺകുട്ടികൾക്കാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട യുവതലമുറയെ അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ വരാന്തകളിൽ നിന്ന് പുറത്തിറങ്ങി മക്കനയിട്ട പെൺകുട്ടികൾ അധികാര കേന്ദ്രത്തിന് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ അവര് വിചാരിച്ചു, മക്കനയിട്ടവരല്ലേ, പെൺകുട്ടികളല്ലേ, മുസ്ലിം പെൺകുട്ടികളല്ലേ. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ക്ലാസ് റൂമുകളിൽ നിന്നും ഡൽഹിയുടെ തെരുവുകളിലേക്ക് ഇറങ്ങി ഭരണകൂട ശിലാകേന്ദ്രങ്ങൾക്ക് നേരെ
വിരൽ ചൂണ്ടിയ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാർത്ഥിനികളുടെ ആ ശക്തമായ പ്രതിഷേധ സ്വരം ഇന്ത്യൻ തെരുവുകൾ ഏറ്റുവാങ്ങിയപ്പോൾ ഭരണകൂടം പതറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞു അടുത്ത ഘട്ടം നമ്മൾ ഷാഹിൻ ബാഗിൽ കണ്ടോ. ഷാഹിൻ ബാഗിൽ ആരാണ്? ഷാഹിൻ ബാഗിൽ പ്രതിഷേധ ചത്തുരത്തിന് നേതൃത്വം കൊടുത്തത് മുതിർന്ന 70-80 വയസ്സുള്ള ഉമ്മമാരാണ്. ഞാൻ പറയുന്നത് അധികാര കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഇത്തരം നീക്കങ്ങളെ ചെറുക്കുവാൻ, അതുപോലെ തന്നെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ പ്രകടനമേൽപ്പിക്കുവാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിശ്വാസത്തിന്റെ കരുത്തെന്ന് പറയുന്നത്. ആ തൊട്ടടുത്ത കർണാടകക്കകത്ത് നമ്മൾ കണ്ടതാണ്. ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്കാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് നേരെ ചുറ്റം ഏതാണ്ട് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഒരുപാട് ഉൾക്കരുമാനമനെ കൈക്കരുത്തുള്ള ചെറുപ്പക്കാർ ശക്തമായ സ്വഭാവത്തിൽ പ്രതിഷേധ സ്വരമുയർത്തിക്കൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ചുറ്റും വട്ടം കൂടിയത് നമ്മൾ കണ്ടത്. അതിനകത്ത് നല്ല മെയ്ക്കരുത്തും കൈക്കരുത്തുമുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ തങ്ങളുടെ കയ്യിലുള്ള കൊടി ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിച്ച ഒരു മുസ്ലിം പെൺകുട്ടിയെ ചുറ്റും വളഞ്ഞു വെച്ച കഥ നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിൽ നമ്മുടെ ഒരു കാലത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും കഴിയില്ല. പലരും ഒരുപക്ഷെ വിചാരിക്കുക പെൺകുട്ടി ഭയപ്പെട്ടു പോകുമെന്നാണ്, നിലവിളിച്ചു പോകുമെന്നാണ്. പക്ഷേ ഈ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് തനിക്ക് ചുറ്റും വളഞ്ഞു നിൽക്കുന്ന ചെറുപ്പത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പെൺകുട്ടി ഒറ്റ മുദ്രാവാക്യമാണ് വിളിക്കുന്നത്, അല്ലാഹു അക്ബർ എന്ന്. അത് മനസ്സിൽ തിരികൊളുത്തിയ വിശ്വാസമാണ്, അത് മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ ജ്വാല ആ കുട്ടിയുടെ അധരങ്ങളിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നപ്പോൾ ആ ജ്വാലയ്ക്ക് മുമ്പിൽ ഉയർത്തിയ കരങ്ങൾ താണുപോയി, അവരുടെ പൊടികൾ താണുപോയി, അവർ നിശബ്ദരായി. പിന്നീട് നമ്മൾ കണ്ടത് ആ പെൺകുട്ടി കൂളായിട്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ക്ലാസ് റൂമിലേക്ക് നടന്നു പോകുന്ന കാഴ്ചയാണ്. ഞാൻ പറയുന്നത് ഇത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഒന്നുമില്ലെന്ന് പറയുന്ന വംശഹത്യ മുനമ്പ് നിൽക്കുന്ന ഒരു സമുദായത്തിന്റെ ഭാഗത്തിൽ നിന്നുള്ള ആർജവത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒരുപാട് ചെറുത്തു നിൽപ്പിന്റെ ഉദാഹരണങ്ങളാണ്. നമുക്കറിയാമല്ലോ, ഇതുപോലെ അഫ്രീൻ ഫാത്തിമയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അഫ്രീൻ ഫാത്തിമയെ കുറിച്ച് പറയാറുള്ളത് അവരുടെ വീട് തകർക്കപ്പെട്ടു, ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കപ്പെട്ടു. വിയോജിച്ചോ എന്നതല്ലാത്ത ഒരു കുറ്റപത്രവും അഫ്രീൻ ഫാത്തിമയുടെ കുടുംബത്തിനും ജാവേദിന്റെ കുടുംബത്തിനും മുകളിൽ സമർപ്പിക്കാനില്ല. അങ്ങനെ വീട് തകർക്കപ്പെട്ട് പത്രക്കാർ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ അഫ്രീൻ ഫാത്തിമയോട് ചോദിക്കുന്നുണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തുകൊണ്ട് കരഞ്ഞില്ല? ഞാൻ കരഞ്ഞിട്ട് വേണം, ഞങ്ങളൊന്ന് കരഞ്ഞിട്ട് വേണം ചിരിക്കാനെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചാളുകൾ ഇവിടെയുണ്ട്. ഞങ്ങളൊന്ന് തകർന്നിട്ട് വേണം സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കരഞ്ഞിട്ടും ഞങ്ങൾ തകർന്നിട്ടും അവർ സന്തോഷിക്കരുത്, അവർ ചിരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കരയാതിരുന്നത് എന്ന് മാത്രമല്ല അഫ്രീൻ ഫാത്തിമ പറഞ്ഞത്. ആ തകർന്നടിഞ്ഞ വീടിനകത്ത് ഒരുപക്ഷെ അടിഞ്ഞുപോയ ഒരുപാട് ചെടികളുണ്ട്, അതുപോലെ തന്നെ സസ്യലഗാദികളുണ്ട്. അതിലെ ഓരോ ചെടിയുടെയും ഇതളുകൾ മണ്ണോട് ചേരുന്ന ഘട്ടത്തിൽ ഈ തകർത്തതിന് നേതൃത്വം കൊടുത്തവർക്ക് നേരെ അവര് പോലും ശാപപ്രാർത്ഥന നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്ര സുന്ദരമായ ദർശനമാണ് അഫ്രീൻ ഫാത്തിമ ഫാസിസത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് സംസാരിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നിങ്ങൾക്ക് നമുക്കാർക്കും സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. കാര്യകാരണ ബന്ധത്തിന് അതീതമായി വിശ്വാസം നൽകുന്ന ആത്മവിശ്വാസമാണ്. അതുകൊണ്ടാണ് വേർ ഈസ് നജീബ് എന്ന് ചോദിച്ച നഷ്ടപ്പെട്ട നജീബിന്റെ ഉമ്മ ഇന്നും ഇന്ത്യൻ തെരുവോരങ്ങളിൽ ആർജവത്തോടു കൂടി ഭരണകൂടത്തിന് നേരെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. മുദ്ദസ്സിറിന്റെ ഉമ്മ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞ കഴിഞ്ഞ തവണ SSLC പരീക്ഷ എഴുതിയ ഒരു കൊച്ചു മോനെ 16 വയസ്സുള്ള കുട്ടിയെ വെടിവെച്ചു വന്നപ്പോൾ ആ രക്തസാക്ഷി നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. 16 വയസ്സുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ജീവിതത്തെ കുറിച്ച് നെയ്തെടുക്കുന്ന SSLCയുടെ റിസൾട്ട് കാത്തു കഴിയുന്ന ഒരു കുട്ടി തെരുവിൽ വെച്ച് ക്രൂരമായി വെടിവെച്ച് കൊല്ലപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കുക സാധ്യമാണോ? ആ അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ തെരുവിൽ വെച്ച അവൻ ക്രൂരമായി വെടിവെച്ച് കൊല്ലപ്പെട്ടു. പിന്നീടാണ് അവന്റെ റിസൾട്ട് വരുന്നത്. ആ മൃതദേഹം വരുമ്പോൾ, ആ കുഞ്ഞു പൈതലിന്റെ മൃതദേഹം വരുമ്പോൾ ആ ഉമ്മ എത്ര സുന്ദരമായിട്ടാണ് മറുപടി പറയുന്നത്. പുണ്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ
എന്റെ മോൻ രക്തസാക്ഷിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവരെ തോൽപ്പിക്കാൻ, ഇങ്ങനെ ഒരു വിശ്വാസത്തെ തകർക്കാൻ, ഇത്തരം ഒരു ജനതയെ തകർക്കാൻ ഏത് ശക്തിക്കാണ് കഴിയുക? അതുകൊണ്ടാണ് പറഞ്ഞത്, അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വംശഹത്യക്ക് ഉരുമ്പെടുന്ന ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധങ്ങൾക്ക് തകർക്കാൻ കഴിയാതെ ഹൃദയങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസമാണ് നമ്മുടെ അതിജീവനത്തിന്റെ കരുത്തെന്ന് പറയുന്നത്. എന്റെ സിയോവിന്റെ പ്രിയപ്പെട്ട യൗവനത്തോട് ഞാൻ പറയുക, ആരെയും ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം ശിരസ് നമിക്കുന്ന, മറ്റാരുടെ മുമ്പിലും ശിരസ് നമിക്കരുതെന്ന് പറയുന്ന, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിച്ച അത്തരം ചരിത്രത്തെ നെഞ്ചേറ്റുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം മറ്റാരെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. നമ്മുടെ മുൻഗാമികൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് വരച്ചു കാണിച്ചു തന്നതാണ്. ഷഹീദ് സയ്യിദ് ഖുതുബിനോട് ആദ്യഘട്ടത്തിൽ വിധി വന്നപ്പോൾ പറയുന്നുണ്ട്, അങ്ങക്ക് എന്തുകൊണ്ട് മാപ്പെഴുതി കൊടുത്തുകൂടാ? അദ്ദേഹം പറയുന്നുണ്ട്, ധിക്കാരിയായ ഭരണാധികാരിക്ക് മുമ്പിൽ മാപ്പെഴുതി കൊടുത്തുകൊണ്ട് ഞാൻ ജയിലിൽ നിന്ന് പുറത്തു കിടക്കാൻ, തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ചോദ്യം അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തെ തൂക്കുകയറിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ്. തൂക്കുമരത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അവസാനം അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതം തരാം, അദ്ദേഹം മാപ്പെഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ 5 നേര നമസ്കാരത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളാഹുവിന്റെ ഏകത്വം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഉയർത്തുന്ന വിരൽ തുമ്പുകൊണ്ട് ഈ രാജ്യത്തെ ധിക്കാരിയുടെ മുമ്പിൽ മാപ്പെഴുതി കൊടുക്കാൻ എന്നെ കിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ആ അർത്ഥത്തിലുള്ള ആർജവമുള്ള, ആത്മവിശ്വാസം പകരുന്ന ആദർശത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് വംശഹത്യ മുനമ്പിൽ നിൽക്കുന്ന ഒരു സമുദായത്തിന്റെ നടുമുറ്റത്തിൽ നിന്നുകൊണ്ട് സയ്യോവിന വിമോചനത്തെ കുറിച്ച് സംസാരിക്കുവാനും വിമോചനത്തെ കുറിച്ച് സ്വപ്നം കാണാനും കഴിയുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കാണ് ഇത് കഴിയുക? അഥവാ വംശഹത്യ മുനമ്പിൽ നിൽക്കുന്ന ഒരു സമുദായത്തിനകത്ത് നിന്ന് ലോകത്തിന്റെ വിമോചനത്തെ കുറിച്ച് സംസാരിക്കാൻ ആർജവം ഉണ്ടാകണമെങ്കിൽ, ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ, ആശയപരമായ കരുത്തുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വിൽ പവർ തകർക്കാൻ ആർക്കും സാധ്യമല്ല, സംഘപരിവാറിനും സാധ്യമല്ല എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജ്യത്തെ നയിക്കാൻ നമ്മൾ ഒരിക്കലും ധരിക്കരുത്. രാജ്യത്തെ നയിക്കാൻ അധികാരം കൊണ്ട് മാത്രം സാധ്യമല്ല, ആയുധം കൊണ്ട് സാധ്യമല്ല, മസിൽ പവർ കൊണ്ട് സാധ്യമല്ല, അതുപോലെ തന്നെ മണി പവർ കൊണ്ട് സാധ്യമല്ല, കാക്കി ട്രൗസർ കൊണ്ടോ കുറുവടി കൊണ്ടോ സാധ്യമല്ല, 56 ഇഞ്ച് നെഞ്ചളവ് ഉണ്ടായാലും രാജ്യത്ത് നയിക്കാൻ സാധ്യമല്ല. രാജ്യത്തെ നയിക്കണമെങ്കിൽ ഒരു ഐഡിയോളജി വേണമെന്ന അറിവ് സംഘപരിവാറിന് വൈകാതെയെങ്കിലും ഉണ്ടായേ പറ്റൂ എന്നാണ് ഞാൻ പറയുക. ഒരു ഐഡിയോളജിയുടെ ബലത്തിലല്ലാതെ ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതല്ല എങ്കിൽ ഞാൻ പറയുക, ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് അധികാരത്തിന്റെ പിൻബലത്തോടു കൂടിയുള്ള ഈ കയ്യൂക്കിന്റെ രാഷ്ട്രീയമുണ്ടല്ലോ, അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ, ആധുനിക നാഗരിക ക്രമത്തിനകത്ത്, വളരുന്ന ലോകത്ത് ആ വളർച്ചയോടൊപ്പം സഞ്ചരിക്കുന്നതിന് പകരം ത്രേതായുഗത്തിലെ നിയമത്തിലേക്കൊക്കെ പോകേണ്ടി വരുന്നതും പുതിയ ഭരണഘടനയെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നതും ഒക്കെ ഈ മാറ്റത്തെ കുറിച്ച് ചിന്തിക്കുന്നിടത്ത് പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും വെക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ആദർശത്തിന്റെ, ഒരു ഐഡിയോളജിയുടെ പിൻബലത്തിലല്ലാതെ
രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തിക്കും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് ഭൗതിക ദർശനങ്ങളുടെ ശവപ്പറമ്പിലാണ്. കമ്മ്യൂണിസം പരാജയപ്പെട്ട, ക്യാപിറ്റലിസം പരാജയപ്പെട്ട, സോഷ്യലിസം ഒരുപാട് വെല്ലുവിളികളെ നേരിടുന്ന, അതുപോലെ തന്നെ ഈ രാജ്യത്ത് വംശീയത, രാജ്യത്ത് നാശം മാത്രം വിതച്ച ഹിറ്റ്ലറുടെ ചരിത്രമുള്ള, മുസോളിനിയുടെ ചരിത്രമുള്ള, സ്റ്റാലിന്റെ ചരിത്രമുള്ള അത്തരത്തിലുള്ള അധികാരത്തിന്റെ പൊങ്കുകൊണ്ട് പലപ്പോഴും കണ്ണുരുട്ടി ഒരു ജനതയെ പതിറ്റാണ്ടുകളോളം മുന്നോട്ട് നയിച്ച, ഒരുപാട് വംശകത്തേക്ക് ജനകോടികളുടെ കബന്ധങ്ങൾക്ക് മുകളിൽ കുടിനാട്ടി അധികാരം മുന്നോട്ട് നീക്കിയിട്ട് അവസാനം ആശയപരമായ പാപ്പരത്വം കൊണ്ട് അടിയറവ് പറഞ്ഞ ഒരുപാട് ഭരണാധികാരികളുടെയും കൊലകണ്ഠന്മാരുടെയും ചരിത്രത്തിന്റെ ഓരത്ത് നിന്നിട്ടാണ് ഞാൻ നിങ്ങളോട് വളരെ കൃത്യതയോടുകൂടി സംസാരിക്കുന്നത്. ഇന്ത്യക്കും ഈ അറിയപ്പെട്ട ഈ ഇന്ത്യക്കും ഇന്നത്തെ സാഹചര്യത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഈ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ അത്യന്തം പ്രാകൃതമായ ഒരു കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു വിഭാഗത്തെയും ഒരു വൈവിധ്യത്തെയും ഉൾക്കൊള്ളാതെ ഈ രാജ്യത്തെ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിയെ വേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് SIOവിന്റെ പ്രവർത്തകർ ഇസ്ലാമിന്റെ വിമോചനത്തെ കുറിച്ചുള്ള അവരുടെ വിഭാവന ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിമോചനത്തെ കുറിച്ചുള്ള ദർശനം മാത്രമല്ല, വിമോചനത്തെ കുറിച്ചുള്ള സുന്ദരമായ സ്വപ്നങ്ങൾ SIOവിന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഈ കാലഘട്ടത്തിൽ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. സാമൂഹ്യ വിമോചനത്തെ കുറിച്ച്, അതുപോലെ തന്നെ ഒരു പൊതുലോക ക്രമത്തെ കുറിച്ച്, നീതി പുലരുന്ന ഒരു പുലരിയെ കുറിച്ച്, നിർഭയത്വം കളിയാടുന്ന ഒരു സാമൂഹ്യ ക്രമത്തെ കുറിച്ച്, അതിനേക്കാളൊക്കെ ഉപരി പരലോകത്തെ മോക്ഷത്തെ കുറിച്ച് ഈ കാലഘട്ടത്തിലുള്ള ജനവിഭാഗത്തോട് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെയല്ല ഇത് കഴിഞ്ഞാൽ മറ്റൊരു ലോകമുണ്ട്. കർമ്മങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഫലം ലഭിക്കുന്ന ഒരനശ്വരമായ പരലോക ജീവിതമുണ്ട്. ഐഹിക ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടത് പരലോക ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ കണക്കുകളും നിന്നെ സൃഷ്ടിച്ച നാഥന്റെ മുമ്പിൽ നീ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഇരു ലോകവും യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാകുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്ന ദർശനത്തിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു നല്ല സൊസൈറ്റിയെ രൂപപ്പെടുത്താൻ ചരിത്രത്തിൽ ഇസ്ലാമിന് കഴിഞ്ഞത്. പരലോകബോധമുള്ള ഒരു ജനത, തന്റെ കർമ്മങ്ങൾ നാഥൻ വീക്ഷിക്കുന്നു എന്ന ബോധമുള്ള ഒരു ജനത, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നാഥന്റെ മുമ്പിൽ എന്ന ബോധമുള്ള ഒരു ജനത, യൂഫ്രട്ടീസിന്റെ തീരത്തിൽ ചത്തുവീഴുന്ന അല്ലെങ്കിൽ മരിച്ചു വീഴുന്ന ആട്ടിൻ കുഞ്ഞിന്റെ കാര്യത്തിലും റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും എന്ന ബോധമുള്ള ഒരു ജനത, അടുത്തൂക്ക് നന്മ പ്രവർത്തിച്ചാൽ അതാണ് എന്റെ സ്വർഗത്തിലേക്കുള്ള വഴി എന്ന ബോധമുള്ള ഒരു ജനത, സംഭവിക്കുന്ന തിന്മക്ക് നാഥന്റെ മുമ്പിൽ നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിലേക്ക് എറിയപ്പെടും എന്ന ബോധമുള്ള ഒരു ജനത, തന്റെ ഏറ്റവും തന്റെ നാഥനിലേക്കുള്ള വഴി ആരാധന മാത്രമല്ല, തന്റെ ചുറ്റുപാടുമുള്ള ജനതയോടുള്ള ബാധ്യത നിർവഹത്തിലൂടെയാണ് എന്ന് തിരിച്ചറിവുള്ള ഒരു ജനത. അങ്ങനെയുള്ള ഒരു ജനതയുടെ രൂപീകരണമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നു. ഇസ്ലാമിന്റെ ഉള്ളടക്കം നിങ്ങൾ പരിശോധിച്ചു നോക്കാം. ഞാൻ വളരെ ചുരുങ്ങിയ വർത്തമാനം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന ദർശനമാണ് ഇസ്ലാം. മനുഷ്യ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന ദർശനമാണ് ഇസ്ലാം. മനുഷ്യ മഹത്വം എന്ന് പറയുന്ന ഒന്ന് നമുക്കിന്ന് കാണുക സാധ്യമാണോ? കേരളത്തിൽ ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കേരളത്തിന്റെ അവസ്ഥ എന്താണ്? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ എന്ന് കവി പറഞ്ഞതുപോലെ ഏതാണ്ട് വഴിയോരത്തുകൂടി നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത നാടായിരുന്നില്ലേ നമ്മുടെ നാട്? മറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത നാടായിരുന്നില്ലേ നമ്മുടെ നാട്? മലക്ക് കരം കൊടുക്കേണ്ടി വന്നിരുന്ന നാടല്ലായിരുന്നില്ലേ നമ്മുടെ നാട്? ഏതാണ്ട് പലപ്പോഴും തൊട്ട് ഉന്നത കുല സമൂഹത്തിനകത്തേക്ക് കടന്നു ചെല്ലാൻ, അവരുടെ വീട്ടുവരാന്തയിലേക്ക് പോലും കാലുകുത്താൻ അനുവാദമില്ലാതിരുന്ന നാടായിരുന്നില്ലേ നമ്മുടെ നാട്? ഞാൻ പറയുന്നത് ഇവിടെയാണ് ഇസ്ലാം മനുഷ്യന്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ചത്. മനുഷ്യന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുക മാത്രമല്ല ചെയ്തത്, യഥാർത്ഥത്തിൽ ആ മനുഷ്യ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന ഒരു സൊസൈറ്റിയുടെ രൂപീകരണം മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് കാണിച്ചു കൊടുത്തു. നമുക്കറിയാം, ഇന്ന് മനുഷ്യർ ചവിട്ടി താഴ്ത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് തന്റെ കാലിനിടയിൽ വെച്ച ആളുകളെ തല ഇങ്ങനെ കുടുക്കി എന്നിട്ട് അതിക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരുപാട് വൈറലായ ചിത്രങ്ങൾ നമ്മൾ കാണുന്നു. അതേസമയം മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിലെ അടിമകളുടെ പ്രതിനിധിയും കറുത്തവന്റെ പ്രതിനിധിയുമായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ കാല്
അല്ലാതെ സ്വന്തം ശിരസിൽ ചവിട്ടി നിൽക്കാൻ നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യരെ ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ചവിട്ടിത്താക്കുന്ന ആധുനിക ലോകക്രമത്തിനകത്ത് ജീവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 14 നൂറ്റാണ്ട് മുമ്പ് ആ ബിലാലിന്റെ കാലുകൊണ്ട് തന്റെ ചുമലിൽ ചവിട്ടിക്കേറി ഇസ്ലാമിന്റെ വിജയപ്രഖ്യാപനം നടത്താൻ ആവശ്യപ്പെട്ട പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഘോഷിച്ച മനുഷ്യന്റെ മഹത്വത്തെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനം ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലത്ത് അത് വലിയ ആശയമാണ്, അത് വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്, അത് അടിമത്തത്തിന്റെ മുഖം പേറുന്ന ഒരുപാട് ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുടെ ദർശനമാണ്. നമ്മൾ അറിയണം, ഇന്നും ഒരുപാട് വളർന്നു എന്ന് പറയുമ്പോൾ മുഖ്യധാര പാർട്ടികളിൽ ദലിതർ എത്രയാണ്, ആദിവാസികൾ എത്രയാണ്, ഈ രാജ്യത്തെ തെരുവോരങ്ങളിൽ അവനും ഇന്നുമുള്ള പരിഗണന എങ്ങനെയാണ്, ക്ഷേത്രങ്ങളിലേക്ക് പോലും അവർക്കുള്ള പ്രവേശനത്തിന്റെ സ്വഭാവം എന്താണ്. ഇങ്ങനെ മനുഷ്യർക്കിടയിൽ ജാതീയതയുടെ മതില് കെട്ടിയ ഒരു കാലത്തും ഒരു ലോകത്തുമാണ് ഏറ്റവും നല്ല രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചത്. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിനത് തയ്യിബാത്. തീർച്ചയായിട്ടും ആദമിന്റെ മക്കളെ ഞാൻ ആദരിച്ചിട്ടുണ്ട്. ദലിതനെ ആദരിച്ചു, അല്ലെങ്കിൽ സവർണനെ ആദരിച്ചു, അല്ലെങ്കിൽ മുസ്ലിമിനെ ആദരിച്ചു എന്നല്ല, മനുഷ്യ സമൂഹത്തെ മുഴുവൻ ഞാൻ ആദരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ആദരവ് ലഭിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈദ ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന്റെ സൂറത്ത് അൽ ബഖറയിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ് ഭൂമിയിൽ എന്ന്, ദൈവത്തിന്റെ പ്രതിനിധിയാണ് മനുഷ്യൻ എന്ന ഉജ്ജ്വലമായ പൊസിഷനാണ് മനുഷ്യൻ അല്ലാഹു നൽകുന്നത്. ഒന്നാമത് ആ മനുഷ്യന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന ദർശനമാണ് ഇസ്ലാം. സാമൂഹ്യ നീതിയെ കുറിച്ച് സംസാരിക്കുന്ന ദർശനമാണ് ഇസ്ലാം. സന്തുലിതമായ ഒരു സമ്പദ്ഘടനയെ കുറിച്ച് സംസാരിക്കുന്ന ദർശനമാണ് ഇസ്ലാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ലിബറൽ സാമ്പത്തിക ഘടന എന്ന് പറയുന്നത് എങ്ങനെ പണം മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് സമ്പാദിക്കാം എന്നുള്ളതാണ്, എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിന്റെ വഴി പോലും അവർക്ക് യാതൊരു പ്രശ്നവുമല്ല. പക്ഷെ നിങ്ങൾ സമ്പാദിക്കുന്നത് ഹലാലാകണം, നിങ്ങൾ സമ്പാദിക്കുന്നത് അതുപോലെ തന്നെ ചിലവഴിക്കുന്നത് ഹലാലാകണം എന്ന് പഠിപ്പിക്കുക മാത്രമല്ല, സമ്പത്തിനെ കുറിച്ച് ഉണ്ടാക്കുക എന്നുള്ളതല്ല, ചിലവഴിക്കുക എന്ന് പഠിപ്പിച്ച ദർശനമാണ് ഇസ്ലാം. ഇൻഫാഖ് എന്ന് പറയുന്ന പദം വിശുദ്ധ ഖുർആനിൽ പലയിടത്തായി പ്രയോഗിച്ചിട്ടുണ്ട്. സകാത്ത് എന്ന് പറയുന്ന പദം ഇസ്ലാമിൽ പലയിടത്തായി പ്രയോഗിച്ചിട്ടുണ്ട്. സ്വതക്ക എന്ന് പറയുന്ന പദം ഇസ്ലാമിൽ പലയിടത്തായി പ്രയോഗിച്ചിട്ടുണ്ട്. സമ്പത്ത് വികേന്ദ്രീകരിക്കുകയാണ് വേണ്ടത്, കേന്ദ്രീകരിക്കരുത് എന്ന് ഒരുപാട് ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله. വിശുദ്ധ ഖുർആനിന്റെ വാക്യമാണ്. സ്വർണമായി വെള്ളിയായി പണം കെട്ടിപ്പൂത്തി ബാക്കിയൊക്കെ കെട്ടിപ്പൂത്തി സൂക്ഷിച്ചു വെക്കുന്ന, ഖനിയായി സൂക്ഷിച്ചു വെക്കുന്ന ആളുകളെ കുറിച്ച്, അത് ചെലവഴിക്കാത്തവരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സമ്പദ്ഘടന എന്ന് പറയുന്നത് ഉള്ളവനിലേക്ക് കേന്ദ്രീകരിക്കുകയും ഇല്ലാത്തവനെ കൂടുതൽ പാപ്പരനാക്കുകയും ചെയ്യുന്ന കോർപ്പറേറ്റുകൾ ഫാഷിസത്തെയും അതുപോലെ തന്നെ എല്ലാ ഭരണകൂടങ്ങളെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുണ്ട് അദാനിയും അംബാനിയുമാണ് എന്ന്. അവർക്കുടെ തത്വശാസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ ക്യാപിറ്റലിസമാണ് എന്ന് നമുക്ക് പറയാൻ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ആരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഐഡിയോളജി ഇല്ലാത്ത സംഘപരിവാർ ഇന്ന് ഭരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്യാപിറ്റലിസത്തിന്റെ തത്വശാസ്ത്രത്തിന്റെ പിൻബലത്തിലും അദാനിയാലും അംബാനിയാലുമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെയാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട ഉജ്ജ്വലമായ സന്തുലിതമായ ഒരു സമ്പദ്ഘടനയെ കുറിച്ച് ഇസ്ലാം സംസാരിക്കുന്നത്, സാഹോദര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യൻ ആദമിന്റെ മക്കളാണ്. നമുക്ക് ചിന്തിക്കുക സാധ്യമാണോ? ഞാൻ പറയുന്നത്, പല ആളുകളും ഇസ്ലാമുമായി ബന്ധപ്പെട്ട അന്വേഷണവും പഠനവും നടത്തിയതിനു ശേഷം മനുഷ്യരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പലപ്പോഴും ഇസ്ലാമിന്റെ കൊടിക്കീഴിൽ വന്നുകൊണ്ട് അവരനുഭവിക്കുന്ന സ്വാതന്ത്ര്യ ബോധത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഞാൻ ഇന്നാണ് ഒരു മനുഷ്യനായത് എന്ന്. എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറം ആദമിന്റെ മക്കളാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സമത്വത്തിന്റെ സന്ദേശം, കാരുണ്യത്തിന്റെ സന്ദേശമാണ് ഇസ്ലാം. കുട്ടികളോട് കാരുണ്യം കാണിക്കണം, മുതിർന്നവരോട് കാരുണ്യം കാണിക്കണം, മൃഗങ്ങളോട് കാരുണ്യം കാണിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ചുറ്റുപാടുകളോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം. അതോടൊപ്പം തന്നെ വൈവിധ്യത്തെ, ഒരു ഏകശിലാ സമൂഹത്തെ കുറിച്ച് സംസാരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ വൈവിധ്യത്തെ കുറിച്ച് ഉദ്ഘോഷിക്കുന്ന ദർശനമാണ് ഇസ്ലാം. പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ വാക്യം ഉച്ചരിക്കുന്ന മസ്ജിദുകളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഒക്കെ തകർക്കപ്പെടുമായിരുന്നു ശാക്തിക സന്തുലനമില്ലായിരുന്നു എങ്കിൽ, അഥവാ ആ
വൈവിധ്യത്തെ നിരാകരിക്കുന്നതല്ല ഇസ്ലാം, നാടിന്റെ വൈവിധ്യത്തെ അംഗീകരിക്കുന്ന ദർശനമാണ്. നിർഭയത്വത്തെ കുറിച്ച് അങ്ങേയറ്റം സമൂഹത്തോട് സംസാരിക്കുന്ന ദർശനമാണ് ഇസ്ലാം. എന്താണ് നിർഭയത്വം? ഈമാൻ എന്ന് പറയുന്നത് തന്നെ നിർഭയത്വമാണ്. നമുക്കിന്ന് നഷ്ടപ്പെട്ടത് നിർഭയത്വമാണ്. നമുക്കിന്ന് വളർത്തിക്കൊണ്ടിരിക്കുന്നത്, ഈ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത് ഭീതിയാണ്, ക്രിമിനലുകളുടെ ഭീതിയാണ്, വംശീയ ശക്തികളുടെ ഭീതിയാണ്. ഈടിപ്പേടിയിൽ ബാധിക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ നാട്ടിലില്ല. ഞാൻ പറയുന്നത് വല്ലാത്ത ഒരു പേടിക്കൂട്ടിലാണ് ഈ രാജ്യം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെയും ഭയപ്പെടാതെ ആർക്കും നിർഭയമായി ഭൂമിയിലൂടെ നടന്നു പോകാൻ കഴിയുന്ന, അവരവരുടെ പൗരാവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്ന ഒരു ലോകത്തെ കുറിച്ച് സംസാരിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ ചെയ്ത ഏറ്റവും വലിയ ദൗത്യം എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ നിന്നാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യക്ക് ഒരു വിമോചനത്തെ കുറിച്ചുള്ള സ്വപ്നം ലോകത്തോട് പറയാനുള്ള ആത്മവിശ്വാസം ലഭിക്കുന്നത്. എന്ന് പ്രവാചകൻ പറയുമ്പോൾ, പ്രവാചകന്റെ കൂടെയുള്ള ആളുകളുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ക്രൂരമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ന മുതൽ ഹദറമൗത്ത് വരെ ആളുകൾക്ക് നിർഭയമായി നടന്നു പോകാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം പുലരുന്ന ഒരു കാലം വരുമെന്ന് അറബിയിലുള്ള ആ ജനവിഭാഗത്തോട് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് പറയാൻ ഒരു ഐഡിയോളജിയുടെ പിൻബലം ഉണ്ടാകണം, ഒരാദർശത്തിന്റെ കരുത്തുണ്ടാകണം, സമൂഹത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ മാർഗത്തിലേക്കാണ് അല്ലാഹു നിങ്ങളെ വിളിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ കാഴ്ചപ്പാടോട് കൂടിയാണ്. സമാധാനം പുലരുന്ന ഒരു ലോകത്തെ കുറിച്ച്, നിർഭയത്വം കളിയാടുന്ന ഒരു സാമൂഹ്യ ക്രമത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പവിത്രമാക്കപ്പെട്ട കുടുംബത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ചും ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ചും ജെൻഡർ ഫ്ലൂയിഡിറ്റിയെ കുറിച്ചും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ലിബറലിസത്തിന്റെ, മാത്രമല്ല നമ്മൾ ഇന്ന് ലഹരിയെ കുറിച്ച് ബേജാറായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിയമസഭ പ്രമേയം പാസാക്കിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ പറയുക, ഈ കാലഘട്ടത്തിൽ ലെഫ്റ്റിന്റെ തിയറിയും അതുപോലെ തന്നെ സയനിസത്തിന്റെ ലെഫ്റ്റിന്റെ തിയറിയും സംഘപരിവാറിന്റെ തിയറിയും ജീവിതത്തെ കുറിച്ച് എന്താണ് എന്ന് ചോദിച്ചാൽ ലിബറലിസമാണ്. എന്താണ് സംഘപരിവാറിന്റെ ജീവിത മതം എന്ന് ചോദിച്ചാൽ ലിബറലിസമാണ്. എന്താണ് ഇടത് സുഹൃത്തുക്കളുടെ ജീവിത മതം എന്ന് ചോദിച്ചാൽ ലിബറലിസമാണ്. ക്യാമ്പസുകളിലെ കുട്ടികളോട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലിബറലിസത്തെ കുറിച്ചാണ്. അതുകൊണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യന്റെ ജെൻഡർ ഐഡന്റിറ്റിയെ തന്നെ തകർക്കുന്ന, ജെൻഡർ ഇഷ്യൂ അഥവാ ജെൻഡർ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന, ഞാൻ ആണാണോ പെണ്ണാണോ എന്ന സംശയം വളർത്തപ്പെടുന്ന ഒരു സാമൂഹിക ക്രമത്തെ വളർത്തിയെടുക്കുവാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തിന് തന്നെ ആസൂത്രിതമായ നീക്കം നടക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന സാമൂഹ്യ ഘടന പോലും തകർക്കുക എന്നുള്ളതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രമല്ല, നമ്മുടെ ഈ നാട്ടിലെ കുടുംബശ്രീ സംവിധാനങ്ങൾക്കകത്ത് വരെ ജെൻഡർ ക്ലബ്ബുകൾക്കുള്ള നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ, നാട്ടിലെ ഏറ്റവും സ്വസ്ഥമായ അതുപോലെ തന്നെ പവിത്രമായ കുടുംബ സംവിധാനത്തെ തകർക്കുന്ന ലിബറലിസത്തിന്റെ കാഴ്ചപ്പാടിലേക്ക്, ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ നാട് പോവുകയാണ്. അതിന്റെ കൂടെ ലഹരി കൂടി വരുന്നു എന്നുള്ളതാണ്. അതിന്റെ കൂടെ ഇന്ന് മയക്കുമരുന്ന് കൂടി വരുന്നു എന്നുള്ളതാണ്. രണ്ടും, ലൈംഗികാരാജകത്വവും അതുപോലെ തന്നെ ലഹരിയുടെ ആധിപത്യവും, ലൈംഗികാരാജകത്വവും ലഹരിയുടെ ആധിപത്യവും. ഞാൻ പറയുന്നു, ഈ ലൈംഗിക അരാജകത്വവും അതുപോലെ തന്നെ ഈ പറയപ്പെട്ട മയക്കുമരുന്നും എന്ന് പറയുന്നത് രണ്ടും ലിബറലിസത്തിന്റെ അരുമ സന്തതികളാണ് എന്ന കാര്യം വിശ്വസിക്കാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. ആ ലിബറലിസത്തിന്റെ അരുമ സന്തതികളുടെ കാര്യത്തിൽ കൃത്യമായ നിലപാട് ഭരണകൂടത്തിന് സ്വീകരിക്കാൻ കഴിയുക എന്നതാണ് പരിഹാരത്തിന്റെ വഴി എന്നുണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പൊ നമ്മുടെ നിയമസഭ പാസ്സാക്കിയിരിക്കുന്നു മയക്കുമരുന്നിന് ഒറ്റക്കെട്ടായി പോരാടുമെന്ന്. ആ പ്രമേയം പാസ്സാക്കാനുള്ള പേപ്പറിന്റെ വില എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ, സംസ്ഥാന ബിവറേജ് കോർപ്പറേഷനിലൂടെ വിൽപ്പന നടത്തുന്ന, ഓണത്തിനും പെരുന്നാളിനും വിഷുവിനും ഒക്കെ വിൽപ്പന നടത്തുന്ന സംസ്ഥാന ബിവറേജ് കോർപ്പറേഷനിലെ മദ്യത്തിന്റെ വരുമാനം കൊണ്ടാണ് ഇവർ ഒറ്റക്കെട്ടായി പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ലഹരിയുടെ ഓരോരോ വാതിലുകൾ ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരിക്കലും മയക്കുമരുന്നതിനെതിരെ പൊരുതാൻ ഒരു ഭരണകൂടത്തിനും ഒരു പാർട്ടിക്കും സാധ്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെയാണ് കുടുംബത്തിന്റെ പവിത്രത ഇസ്ലാമിക പ്രസ്ഥാനം ഊന്നി പറയുന്നത്. ഈ കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ അമ്മ എന്ന് പറയുന്ന, അതുപോലെ തന്നെ സഹോദരൻ സഹോദരി എന്ന് പറയുന്ന ഒരുപാട് ഘടകങ്ങളെ, കുടുംബത്തെ സമ്പന്നമാക്കുന്ന ഘടകങ്ങളെ ചേർത്ത് നിർത്തി അരാജകത്വത്തിലേക്ക് പോകുന്ന സമൂഹത്തെ വിശ്വാസത്തിന്റെയും മൂല്യത്തിന്റെയും തടയണ കെട്ടി തടഞ്ഞു നിർത്തുക എന്ന ചരിത്രപരമായ ധർമ്മമാണ് ഇസ്ലാമിക പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.
പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഈ അർത്ഥത്തിൽ ആശയപരമായ ഉള്ളടക്കമുള്ള ഈ വിമോചന ദർശനത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ യൗവനം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആശയപരമായി സംവദിക്കാനുള്ള വിശാല മനസ്സ് നമ്മളെല്ലാവരും കാണിക്കുക. ആരും അവസാന തീർപ്പ് കൽപ്പിക്കേണ്ടതില്ല. എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സുഹൃത്തുക്കളോട്, ഹൈന്ദവ സുഹൃത്തുക്കളോട്, കമ്മ്യൂണിസ്റ്റുകളോട്, സോഷ്യലിസ്റ്റുകളോട്, ലിബറലിസ്റ്റുകളോട്, അതുപോലെ തന്നെ എത്തിസ്റ്റുകളോട് എല്ലാവരോടും ഞാൻ പറയുന്നു, നമുക്കിരിക്കാം, സംസാരിക്കാം. ഒരു കാര്യം മാത്രം സംസാരിച്ചാൽ പോരാ, ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരാ. സമൂഹത്തെ കുറിച്ച്, ദൈവത്തെ കുറിച്ച്, സമൂഹത്തെ കുറിച്ച്, അതുപോലെ തന്നെ സമ്പത്തിനെ കുറിച്ച്, വ്യക്തിയെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച് എല്ലാം നമുക്ക് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുമ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരുന്ന ഒരുപാട് സമസ്യകൾക്ക് പൂരണം കണ്ടെത്താൻ കഴിയുന്ന സമഗ്രമായ വിമോചനപരമായ ഉള്ളടക്കമുള്ള ഒരു ജീവിത ദർശനത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനവും അതിന്റെ വിദ്യാർത്ഥി നിലയും നിങ്ങളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ പുതിയ ആലോചനക്ക്, ചിന്തക്ക്, സംവാദങ്ങൾക്ക് ഇത് വഴി തുറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാം വിമോചനത്തിന്റെ പൊതുലോക ഭാവന സിഒ പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ ഏരിയ സമ്മേളനത്തിന് ഉദ്ഘാടന ഭാഷണം നിർവഹിച്ച ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ പി മുജീബ് റഹ്മാൻ സാഹിബിന് സിഒ പാലക്കാടിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അടുത്തതായി സിഒ പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ സംസ്ഥാന പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി സഹോദരൻ ഷക്കീൽ അഹ്സനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SIO ഏരിയ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പ്രമേയം ഇസ്ലാമോഫോബിയക്കെതിരായ സാമൂഹിക രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തുക, ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുക. ഇസ്ലാമോഫോബിയ എന്ന മുസ്ലിം വിരുദ്ധ വംശീയത അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ആഗോളതലത്തിലും നമ്മുടെ നാട്ടിലും നിലവിലുള്ളത്. മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും വംശീയമായി മാത്രം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലും സാധാരണത്വം കൈവരിച്ചിരിക്കുന്നു. മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ കർത്തൃത്വത്തെ നിഷേധിക്കുക എന്നതാണ് ഇസ്ലാമോഫോബിയയുടെ പ്രകടമായ ഒരു രൂപം. മുസ്ലിം കർത്തൃത്വത്തിൽ രൂപപ്പെടുന്ന സംഘടനകളോടും സമരങ്ങളോടും മുഖ്യധാരയ്ക്ക്